ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള 7 സഭകൾക്ക് കൊടുത്ത ദൂതുകളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ആദ്യത്തെ സഭ നമുക്കറിയാം എഫെസോസ് സഭയായിരുന്നു. AD 33 മുതൽ 100 വരെയുള്ള കാലഘട്ടങ്ങളിൽ അത് പ്രവർത്തിച്ചു. കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്ന ഒരു സഭയായിരുന്നു. ഒത്തിരി പീഡനങ്ങളുടെ കടന്നുപോയ ഒരു സഭയായിരുന്നു എഫെസോസ് സഭ. അതിനുശേഷമായിട്ട് ഹല്ലേലൂയ AD 101 കാലഘട്ടം മുതൽ 312 വരെയുള്ള കാലഘട്ടം വരെ നിലനിന്ന ഒരു സഭയായിരുന്നു ഹല്ലേലൂയ ഏതാ? സ്മുർന സഭ. ഈ സ്മുർന സഭയുടെ കാലഘട്ടങ്ങളിൽ വളരെയധികം പീഡനങ്ങൾ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന രാജാക്കന്മാർ അഴിച്ചുവിട്ടു. ഒത്തിരി ഭക്തന്മാരെ കൊന്നുകളഞ്ഞു. ആമേൻ സ്തോത്രം. ഒത്തിരി വിശ്വാസികൾ പീഡനം അനുഭവിച്ചു. എങ്കിലും ഈ സത്യത്തെ കൈവിടാതെ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്ന ഒരു സഭയായിരുന്നു പെർഗമോ സഭ. അത് കയ്പിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയ സഭയായിരുന്നു. ഹല്ലേലൂയ. എഫെസോസ് സ്മുർനയും കർത്താവിന് വേണ്ടി വീറോടെ നിന്നുവെങ്കിലും 3ാമത് കാലഘട്ടങ്ങളിലേക്ക് കടന്നു വന്ന സഭയാണ് പെർഗമോ സഭ. പെർഗമോ സഭയുടെ കാലഘട്ടങ്ങൾ കൊണ്ട് സഭ തിരിച്ചും വ്യത്യസ്തമായ ഒരനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടുവെന്ന് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. AD 313 മുതൽ 606 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ സഭയുടെ വളർച്ച ആമേൻ ഉണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ രക്ഷിക്കപ്പെടാത്ത, യഥാർത്ഥമായി മാനസാന്തരപ്പെടാത്ത ചില സമ്രാട്ടുകൾ, ഹല്ലേലൂയ ചില സാമ്രാജ്യ സ്ഥാപകന്മാർ ഈ മാർഗത്തിലേക്ക് കടന്നു വന്നതോടുകൂടി സഭ അധപ്പതനത്തിലേക്ക് പോയി. ഏതാണ് ആ രാജാവ്? പെർഗമോ സഭയുടെ കാലഘട്ടങ്ങളിൽ വന്ന രാജാവ് ആരായിരുന്നു? സ്തോത്രം. എന്താ പ്രവീണ, ഏത് രാജാവായിരുന്നു? ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അല്പസമയമൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ഈ നോട്ട്ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേക്കണം. ഒരു രാജാവ് വന്നല്ലോ, കോൺസ്റ്റന്റൈൻ അല്ലേ? കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു എന്നാ പറയുന്നത്. ആമേൻ സ്തോത്രം. ഞാനത് ചെറിയ ചിത്രമൊക്കെ കാണിച്ചു ഇതിനകത്ത് അല്ലേ. പക്ഷെ യഥാർത്ഥമായ മാനസാന്തരം അന്ന് പീഡനത്തിൽ ഇരുന്ന ജനത്തിന് ഒരു ആശ്വാസം കൊടുക്കാൻ വാസ്തവം പറഞ്ഞ ഇദ്ദേഹം രംഗപ്രവേശനം ചെയ്തതാണ്. ആമേൻ. യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടായിട്ട് വന്നതല്ല. ഞാൻ ക്രിസ്തു മതം അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് സഭയിലേക്ക് ആമേൻ ഇദ്ദേഹം രംഗപ്രവേശനം ചെയ്തു. ആമേൻ. റോമിൽ അന്ന് ആമേൻ ഈ ക്രിസ്തീയ മാർഗത്തെ റോമ മതമായി അല്ലെങ്കിൽ ക്രിസ്തീയ മതമായിട്ട് രൂപകൽപ്പന ചെയ്തത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയായിരുന്നു. അതോടുകൂടി സഭയിൽ നുഴഞ്ഞുകയറ്റക്കാർ കയറി, ആമേൻ അനാചാരങ്ങൾ കയറി. അവിടെ മുതലാണ് ദൈവസഭ തെന്നുന്നത്. ഞാൻ ഓർപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ച അല്ലേ. സ്തോത്രം. അവിടെ മുതൽ ആ ആദ്യ കാലഘട്ടങ്ങളിൽ നിന്ന 2 സഭയുടെയും ദൈവീകത നഷ്ടപ്പെട്ടിട്ട് പകരം ജാതി ആചാരത്തിൽ വന്ന ഈ കോൺസ്റ്റന്റായി സ്തോത്രം സ്വീകരിച്ചതായ ചില ആചാരങ്ങളെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സഭയുമായിട്ട് ലോകവുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു വല്ലാത്ത രീതിയിലേക്ക് പെർഗമോ സഭ മാറ്റപ്പെട്ടു എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അപ്പോൾ താൻ ഒരു സ്വപ്നം കണ്ടു അല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. എന്താ? കൈറോ എന്ന് പറയുന്ന ഒരു സിഗ്നൽ താൻ കണ്ടു. സ്വപ്നത്തിൽ കണ്ടിട്ട് അത് താൻ പഠിച്ചു. ഗ്രീക്കിലൊരു വേർഡാണെന്ന് മനസ്സിലായപ്പോൾ അത് ക്രിസ്തുവിൻ്റെ പേരാണെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ചുകൂടെ ബലമുണ്ടായപ്പോൾ ആമേൻ ഈ സിഗ്നല് തങ്ങളുടെ പരിചയിലും തങ്ങളുടെ താമര ശിരസ്ത്രങ്ങളിലൊക്കെ വെച്ച് അത് പതിപ്പിച്ചിട്ട് യുദ്ധത്തിന് പോയി. ആ യുദ്ധമെല്ലാം വിജയിച്ചു. ഇത് കർത്താവിലൂടെയുള്ള വിജയമാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ മുൻപോട്ട് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നൊക്കെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഓർപ്പിച്ചു. പക്ഷേ എങ്കിലും ഹല്ലേലൂയ അനാചാരങ്ങളുടെ കുന്നുകൂടൽ മുഖാന്തരം ഈ സഭ ആമേൻ അധപ്പതിക്കുകയാണുണ്ടായത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ വിശ്വാസികൾ ഒരുപക്ഷെ ഓർത്ത് കാണും, പീഡനമാണ് ഏറ്റവും നല്ലത്. ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കാരണം എഫെസോസിലും സ്മുർനയിലും ഉണ്ടായിരുന്ന പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് കോൺസ്റ്റന്റായി വന്നത്. ഹല്ലേലൂയ. ആ പീഡനത്തിൽ നിന്ന് സമാപ്തി ഉണ്ടായി എങ്കിൽ പോലും വളരെയധികം പ്രതിസന്ധികളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ആമേൻ. കഷ്ടത മാറുക, പീഡനം മാറുക മാത്രമല്ല, അനാചാരങ്ങൾ കുന്നുകൂടിയത്
ഈ കാലഘട്ടങ്ങളായിരുന്നു, പെർഗമോസ് സഭയുടെ കാലഘട്ടങ്ങളിലായിരുന്നു. അവിടെ മുതൽ സഭയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, വേർപാട് നഷ്ടപ്പെട്ടു. ബിലയാമിൻ്റെയും നിക്കോലിയവരുടെയും ഉപദേശമെല്ലാം സഭയ്ക്കകത്ത് കയറി. എപ്പോഴാ? പെർഗമോസ് സഭയുടെ കാലഘട്ടം മുതൽ. പ്രൈസ് ദി ലോർഡ്. അവിടെ മുതൽ സഭ വേണ്ടാത്ത കാര്യങ്ങൾ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. പുണ്യവാളന്മാരെ നമസ്കരിക്കാൻ തുടങ്ങി, മാതാവിനെ ദൈവമാതാവായിട്ട് അവർ അംഗീകരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹൈന്ദവ ആചാരത്തിലുള്ള എല്ലാ ക്രിയകളും ആമേൻ ക്രിസ്തീയ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു അവിയൽ പരുവത്തിൽ പോകുന്ന ഒരു സഭയായിട്ട് ആമേൻ സ്തോത്രം പെർഗമോസ് സഭ മാറ്റപ്പെട്ടു. അവിടുന്നാണ് നമ്മുടെ അച്ഛന്മാർ സകലതും കടമെടുത്തിട്ട് ബൈബിളല്ല സത്യം, പാരമ്പര്യമാണ് സത്യം എന്ന് പറഞ്ഞ് ഇപ്പോഴും പ്രസ്താവിക്കുന്നതിൻ്റെ കാരണം ഈ പെർഗമോസ് സഭയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ്. മനസ്സിലായല്ലോ? അവിടെ മുതൽ സഭ തെറ്റിപ്പോയി. ഒത്തിരി വാക്തത്വങ്ങളും അതുപോലെ മുന്നറിയിപ്പുകളും എല്ലാം കർത്താവ് ഈ സഭയ്ക്ക് കൊടുത്തുവെങ്കിലും ഹല്ലേലൂയ സഭ അവൻ നേരെ താഴേക്ക് കൂപ്പുകുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വലിയ പരാജയം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പെർഗമോസ് സഭയെ അവിടം വരെ പഠിച്ചു നിർത്തി. അവസാനം അവർക്ക് കൊടുത്ത വാക്തത്വം ഏതായിരുന്നു? മന്ന, മറഞ്ഞിരിക്കുന്ന മന്ന തരും, വെള്ളക്കല്ല് തരും, പ്രൈസ് ദി ലോർഡ്, ഒരു പുതിയ പേര് തരും എന്ന് അവൻ സഭയോട് പറഞ്ഞു. ഏത് സഭയോട്? പെർഗമോസ് സഭയോട്. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ സഭയിലും ഒരു ശേഷിപ്പുണ്ടായിരുന്നു, അത് മറന്നു കളയരുത്. നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, പാസ്റ്ററെ പെർഗമോസ് സഭയിൽ അങ്ങനെയെങ്കിൽ അനാചാരങ്ങൾ വന്നുകൂടിയെങ്കിൽ പിന്നെ എങ്ങനെ ഇപ്പോൾ വന്ന സഭ എന്ന് ചിന്തിക്കും അല്ലേ? ന്യായമായൊരു ചോദ്യമല്ലേ? പക്ഷേ ഓർക്കണം, എല്ലാ സമയങ്ങളിലും എല്ലാ കാലങ്ങളിലും ഒരു ശേഷിപ്പ് സഭയ്ക്കകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സമയങ്ങളിലും എല്ലാ കാലങ്ങളിലും വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി കഷ്ടതയോടെ നിൽക്കുന്ന ഒരു സമൂഹ സഭയ്ക്കകത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരാണ് പെർഗമോസ് സഭയുടെ വിശുദ്ധിയെ നിലനിർത്തിയത്. എല്ലാവരും അനാചാരങ്ങളിലേക്ക് പോയില്ല, എല്ലാവരും ലോകത്തിലേക്ക് ഇറങ്ങിയില്ല. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹം ആ സഭയ്ക്കകത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സഭയ്ക്ക് ദൈവം ദൂത് കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. നിക്കോലോവിയരുടെ ആമേൻ സ്തോത്രം ഉപദേശത്തെ നീ കളഞ്ഞു, നീ അതിനെ അംഗീകരിച്ചില്ല എന്നും കൂടെ സഭയോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഒരു പ്രബോധനം പറഞ്ഞു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് നീ മടങ്ങി വരുവാൻ ഒക്കെ സഭയോട് പറയുന്ന ദൂതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സഭ അങ്ങനെ നിൽക്കുന്ന കാലഘട്ടങ്ങളിലാണ് അടുത്ത സഭ, നാലാമത്തെ സഭ രംഗപ്രവേശനം ചെയ്യുന്നത്. ഏതാണ് നാലാമത്തെ സഭ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ സഭ 7 ഒന്ന് പഠിക്കണം കേട്ടോ. അനന്തു, വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? സഭ 7 കാണാതെ പഠിക്കണം കേട്ടോ. നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. നാലാമത്തെ സഭ തുയഥൈര സഭയാണ്. ആമേൻ. അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 607 മുതൽ 1517 വരെയുള്ള കാലഘട്ടങ്ങളായിരുന്നു തുയഥൈര സഭ നിലനിന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആ തുയഥൈരയുടെ ആകത്തുക പഠിക്കുമ്പോൾ ദുരുപദേശത്തിൽ മലിനപ്പെട്ടു പോയ സഭയായിരുന്നു. ദുരുപദേശത്തിൽ മലിനപ്പെട്ടു പോയ സഭയായിരുന്നു. അല്ലെങ്കിൽ ഒത്തിരി പെർഗമോസ് സഭയിൽ അനാചാരങ്ങൾ വന്നുവെങ്കിലും ആമേൻ സ്തോത്രം ഈ തുയഥൈര സഭയിൽ ദുരുപദേശങ്ങൾ ധാരാളമായിട്ട് കടന്നു വന്ന ഒരു സഭയായിരുന്നു തുയഥൈര സഭ. പ്രൈസ് ദി ലോർഡ്. വളരെയധികം ദുരുപദേശത്തിലൂടെ കടന്നുപോയ ഒരു സഭ. ഈ സഭ അല്ലെങ്കിൽ ഈ പട്ടണം എന്ന് പറയുന്നത് ഏഷ്യ മൈനറിലെ ഈ പട്ടണം സർദീസ് സഭയിൽ നിന്ന് അല്ലെങ്കിൽ സർദീസിൻ്റെ ആ സ്ഥലത്തു നിന്ന് 20 കിലോമീറ്റർ അകലത്തിൽ പെർഗമോസിന് സമീപമായിരുന്നു. പെർഗമോസ് സഭയുടെ അടുത്തായിരുന്നു ഈ തുയഥൈര സഭ നിലനിന്നിരുന്നത്. അതുമാത്രമല്ല, തുയഥൈരയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുന്ന പ്രത്യേക കളറ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സഭയാണ്, അല്ലെങ്കിൽ ഒരു ദേശമാണ് തുയഥൈര എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ജീവിക്കുന്നത് ഹല്ലേലൂയ കളർ കൊണ്ട് വേണമെന്ന് പറയാം. ഈ കളറാണ് അവരുടെ വരുമാന മാർഗം. ഒന്നുകൂടെ പഠിച്ചാൽ ഈ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരു തരം കക്ക കിട്ടും. ആ കക്കയിൽ നിന്ന് കിട്ടുന്ന ഒരു തരം തുള്ളി പോലത്തെ കറയാണ് ഈ
ഈ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതവർ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്തെടുത്ത് ഇത് വസ്ത്രങ്ങൾക്ക് ഇത് നിറം ചാർത്തും. അപ്പോൾ അങ്ങനെ ഒരു വരുമാന മാർഗം തുയതൈര സഭയിൽ അല്ല തുയതൈര പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അതൊരു വരുമാന മാർഗമായിട്ട് ആ ദേശത്തിലെ ആൾക്കാർ കണ്ടിരുന്നു. ആമേൻ. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ആമേൻ, അങ്ങനെ നിലനിന്നിരുന്ന ഒരു പട്ടണമായിരുന്നു ഏതേ തുയതൈര പട്ടണം. ഇന്ന് അതിൻ്റെ ചായയൊക്കെ മാറി കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലുള്ള സാമ്പത്തിക ശേഷിയൊക്കെ അവർക്കുണ്ടാകുവാനിടയായിത്തീർന്നു. സ്തോത്രം. അപ്പോൾ പൗലോസ് സുവിശേഷം പ്രസംഗിച്ച് ചെന്ന ഒരു ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി നമുക്കൊന്ന് എടുക്കാം. ആമേൻ. സ്തോത്രം. ആമേൻ. 16-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സഹോദരി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ആ വചനം ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. തുയതൈര പട്ടണത്തിലെ ആദ്യത്തെ യൂറോപ്യ വനിതയായിട്ട് രക്ഷിക്കപ്പെട്ട് ദൈവസ്ഥലിൽ വന്നിട്ടുള്ള ഒരു വനിതയെ കാണാം. അവിടെ പേരെന്താണ്? ലുദിയ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി ഒന്ന് വായിച്ചേ. അന്ന് 16-ാം അധ്യായം 13 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയതൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്പൊ നോക്കിക്കേ, പൗലോസ് മിഷണറി യാത്ര ചെയ്തു, പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്തിട്ട് അവര് ഇവിടെ എവിടെയെങ്കിലും പള്ളികൾ കാണും. പള്ളി എന്ന് പറഞ്ഞാൽ സുന്നകദോസ്, അത് കൂടുന്ന ഒരു പള്ളിയാണ്. അത് പ്രത്യേകിച്ച് യാഗം കഴിക്കുന്ന ആരാധന സ്ഥലമൊന്നുമല്ല. അത് യഹൂദന്മാരൊക്കെ പ്രാർത്ഥിക്കാനും വചനം ചിന്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പള്ളികൾ. അങ്ങനെ ഇവർ നടന്ന് ഏതെങ്കിലും പള്ളി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് പൗലോസ് മിഷണറി യാത്രയുടെ ആ സമയങ്ങളിൽ കടന്നു വരുമ്പോൾ അവിടെ എങ്ങും സുന്നകദോസ് അവർ കണ്ടില്ല, പള്ളി കണ്ടില്ല. പള്ളി കാണാതായപ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു ചിന്തയുണ്ടായി, ഇതാ ഈ പുഴവക്കത്ത് കുറേ സഹോദരിമാർ കൂടിയിരിക്കുന്നല്ലോ, ഇവരോട് എന്ത് ചെയ്യാം? യേശുവിനെ പറ്റി പ്രസംഗിക്കാം. അതൊരു നല്ല സന്ദർഭമായി പൗലോസ് അത് കണക്കിലെടുത്തു. സ്തോത്രം. ആമേൻ. പൗലോസ് നോക്കിക്കേ, എവിടെ പോയാലും അവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടേ പോരത്തുള്ളൂ. അതാണ് പൗലോസിൻ്റെ ആമേൻ അനുഭവം എന്ന് പറയുന്നത്. അവിടെ നോക്കിയപ്പോൾ കുറേ സഹോദരിമാർ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. പക്ഷേ ലുദിയയുടെ പേരെടുത്തു പറഞ്ഞിരിക്കുക. ലുദിയയ്ക്ക് അല്പം ദൈവഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അവിടെ ജോലി എന്ന് പറയുന്നത് രക്താംബരം വിൽക്കുകയാണ്. ഞാനീ പറഞ്ഞ ആമേൻ ഈ കളർ വിൽക്കുന്ന ജോലിയാണ് അവൾക്കുള്ളത്. ഇനി ഈ കളർ ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി പൈസയും സാമ്പത്തികമൊക്കെ ഉള്ളവർക്കേ അത് പറ്റത്തുള്ളൂ. അപ്പോൾ അത്ര മോശപ്പെട്ട ഒരാളല്ല ലുദിയ എന്ന് പറയുന്ന സഹോദരി. ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകളും കഴിവുകളൊക്കെ ഉള്ള ഒരാളാണ്. സ്വർണ്ണക്കട നടത്തണമെങ്കിൽ അതുപോലെ ഇച്ചിരി കാശുള്ളവരൊക്കെയല്ലേ സ്വർണ്ണക്കട നടത്തുന്നത് എന്ന് പറയും പോലെ തന്നെ ലുദിയ ആ കാറ്റഗറിപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സാധാരണ ധനവാന്മാരോ കാശുള്ളവരോ ഇത് കേൾക്കാൻ തുനിയാറില്ല, സുവിശേഷം കേൾക്കാൻ നിൽക്കാറില്ല. അവർ പറയും, ഞങ്ങൾക്ക് സാമ്പത്തികമുണ്ട്, ഞങ്ങൾക്ക് ചുറ്റുപാടുണ്ട്, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, അതുകൊണ്ട് യേശുവിൻ്റെ പുറകെ പോകേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്നവർ പറയും. പക്ഷേ ഈ സഹോദരി അവിടെ വായിക്കുന്ന ഇങ്ങനെയാ, കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ധനവാന്മാർ, സാമ്പത്തികമുള്ളവർ, ഹല്ലേലൂയ, ദൈവത്തെ അറിയുന്നത് നല്ലതാണ്. അവരുടെയൊക്കെ ഹൃദയങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് തുറന്നിട്ടുണ്ട്. പക്ഷേ ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസമെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? അവർക്ക് ദൈവത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല, അവർക്ക് എല്ലാം ഉണ്ടെന്നുള്ള ചിന്ത. അതുകൊണ്ട് അവർ ദൈവത്തെ വിളിക്കാറുമില്ല. പക്ഷേ ഈ സഹോദരി ഇച്ചിരി ദൈവഭയമൊക്കെ ഉള്ളതുകൊണ്ട് അവൾ ഈ പൗലോസ് പറയുന്ന എന്തെന്ന് കേൾക്കാൻ അവൾ താല്പര്യപ്പെട്ടു. അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, സ്തോത്രം വായിച്ചേ. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, അതിന്റെ മേളത്തെ വാക്കോടെ വായിച്ചേ. മേളത്തെ വാക്കും മുതൽ ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിനെന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. ഞങ്ങൾ പ്രാർത്ഥന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി മതി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നെ വിശ്വസ്ത എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരണം.
നമ്മളവിടെ വായിക്കുന്നത് അവളും കുടുംബം എന്ത് ചെയ്തെന്നാ? സ്നാനപ്പെട്ടു. അങ്ങനെ ഒരു സുവിശേഷമാണ് ഹല്ലേലൂയ പൗലോസ് കൈമാറിയത്. അപ്പോൾ തുയതൈര സഭയുടെ തുടക്കം എന്ന് പറയുന്നത് ചരിത്രകാരന്മാരും വേദപണ്ഡിതാക്കളും പറയുന്നത് ആമേൻ ആരിലൂടെയാണ്? ലുദിയയിലൂടെയാണ് തുടക്കമിടുന്നത്. ലുദിയ അല്ല സ്ഥാപിച്ചത്, പക്ഷേ ഒരു അംഗമൊന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പൗലോസൊക്കെയാണ് ആ ഇതുവഴി കടന്നുപോയി മിഷണറി പ്രവർത്തനം ചെയ്ത് യൂറോപ്പിലെ രക്ഷിക്കപ്പെട്ട ആദ്യത്തെ സ്ത്രീ വനിത എന്ന് പറയുന്നത് ആരാണ്? ലുദിയയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെയാണ് തുയതൈരയിൽ ഒരു സഭ ഉടലെടുക്കുന്നത്. അവിടെ അനേക ദൈവദാസന്മാർ കടന്നു വന്നു. ഹല്ലേലൂയ സുവിശേഷം പറഞ്ഞു, ഹല്ലേലൂയ സഭയെ ശുശ്രൂഷിച്ചു. കഷ്ടതയുടെ മധ്യത്തിലും ശക്തമായിട്ട് ആ സഭ നിൽക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ കോൺസ്റ്റന്റായി വരുത്തി വെച്ച അനാചാരങ്ങൾ സഭയ്ക്കകത്ത് നുഴഞ്ഞ് കയറിക്കൊണ്ടേയിരുന്നു. അതിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ മുതൽ സഭ ചേഞ്ച് ആയിപ്പോയി. ഹല്ലേലൂയ അനേക സഭകളിൽ ഇന്നും അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അപ്പം നോക്കിക്കേ, ഹല്ലേലൂയ അങ്ങനെ ആ തുയതൈര സഭ സ്ഥാപിക്കപ്പെട്ടു, പ്രവർത്തനം ആരംഭിച്ചു. അനേക ഭൃത്യന്മാർ, ദൈവഭൃത്യന്മാർ അവിടെ മരിച്ചടക്കപ്പെട്ടു, കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങി. എങ്കിലും കർത്താവ് അവരെ അനുമോദിക്കുക. കർത്താവ് ഒരു അനുമോദനം കൊടുത്തു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവ് കണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വായിച്ചാട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തിയും, സഭയെ, തുയതൈര സഭയെ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയെ നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയൊന്നും അറിയുന്നു. അപ്പോൾ അനുമോദിക്കുകയാ. സഭയെ ഒത്തിരി കഷ്ടപ്പാട് നിനക്കുണ്ടായി, വേദനകളുണ്ടായി, പക്ഷേ നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത, പിന്നെ ആമേൻ നിന്റെ പ്രവൃത്തി ആദ്യത്തിനേക്കാളും ഏറെയെന്നും ഞാൻ അറിയുന്നു. സ്തോത്രം. ഒന്ന് പുകഴ്ത്തുക, കർത്താവ് പുകഴ്ത്തുക. ഞാനൊരു കാര്യം ദൈവസഭയോട് ചോദിക്കട്ടെ. നമ്മൾ രക്ഷിക്കപ്പെട്ടു, യേശു ആരാണെന്നറിഞ്ഞു, സ്നാനപ്പെട്ടു, പക്ഷെ നമ്മുടെ പ്രവൃത്തി എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ. നമ്മുടെ സഹിഷ്ണുത എങ്ങനെ ഇരിക്കുന്നു? നമുക്ക് ഭവനത്തിലായിരുന്നാലും എന്തെങ്കിലും ഒരു വാക്ക് കേട്ടാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് തമ്മിൽ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണമെന്നുള്ള ചിന്ത നമ്മളിൽ അങ്കുരിക്കുന്നുണ്ടോ എന്ന് ഈ തുയതൈര സഭയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വെച്ച് നമുക്കൊന്ന് പഠിക്കുവാൻ കഴിയണം. ആമേൻ. നമ്മൾ എന്താ സഹിച്ചത്? എന്തെങ്കിലും സഹിക്കുന്നുണ്ടോ? ചേട്ടനോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എതിരായിട്ട് നിൽക്കുന്ന സ്വഭാവമാണോ? എന്തെങ്കിലും സഹിക്കുവാനുള്ള ഹല്ലേലൂയ ആ സ്വഭാവം നമുക്ക് ഇന്നുണ്ടോ, അതോ മാറിപ്പോയോ എന്ന് നമ്മൾ ചിന്തിക്കാൻ കൂടെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ നോക്കി പറയുക, നിനക്ക് ഒത്തിരി കഷ്ടത വന്നിട്ടും കുഞ്ഞെ നീ സഹിച്ചു, നീ അനുഭവിച്ചു, ഞാൻ നിന്നെ ഓർത്ത് ഞാൻ സന്തോഷിക്കുകയാണെന്ന് കർത്താവിന് നമ്മുടെ മുഖത്ത് നോക്കി പറയുവാൻ നമ്മൾ അവസരം കൊടുക്കണം. പാസ്റ്റർ, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം എൻ്റെ സ്വഭാവത്തിന് ഞാൻ ഒത്തിരി വ്യത്യാസം വരുത്തിയെന്ന് എത്ര പേർക്ക് ആ കൈ വെച്ചൊന്ന് പറയാൻ കഴിയും? ചങ്കോട് വെച്ച്. പ്രൈസ് ദി ലോർഡ്. നമുക്കിതുവരെ മാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിപ്പോഴും പണ്ടത്തെ സ്ഥാനത്ത് നിൽക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കണം. മാറണം, സഹിഷ്ണുതയുണ്ടാകണം, വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഒടുവിലത്തെക്കാളും വലിയതായി തീരണം നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് യേശു കർത്താവ് ആ സഭയെ കണ്ടിട്ട് പ്രശംസിക്കുവാനിടയായി തീർന്നു. അവരെ അനുമോദിച്ചതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ തെറ്റും കൂടെ കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാം അനുമോദനം മാത്രം പോരല്ലോ, ന്യൂനവശം കൂടെ പറയണ്ടേ? അതാ കർത്താവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. എന്താ ന്യൂനവശം പറഞ്ഞത്? എന്താണ് ആ സഭയെ പറ്റിയുള്ള കുറവ്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിച്ച് 2:20 വായിച്ചാട്ടെ. എങ്കിലും താൻ പ്രവാചകിയെന്നും പറഞ്ഞു ദുർനടപ്പായിരിക്കാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. തുയതൈര സഭയെ നീ ഒത്തിരി കഷ്ടത അനുഭവിച്ചു, സ്നേഹം അനുഭവിച്ചു, എല്ലാ കാര്യങ്ങൾ ചെയ്തു. എങ്കിലും നിന്നെപ്പറ്റിയുള്ളൊരു കുറവെന്ന് പറഞ്ഞാൽ നീ കാണുന്നവരടുത്തൊക്കെ ആലോചന ചോദിക്കാൻ പോകും. സ്തോത്രം. ആമേൻ.
എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയിൽ അങ്ങനെ ആരുമില്ല. ഉണ്ടോ? ഇല്ല. കാണുന്നിടത്തൊക്കെ തല കൊണ്ട് കൊടുക്കുമോ? നമ്മൾ വിവേചിച്ചറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. ഉച്ചക്കട സഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്ഥിരമായിട്ട് ഷാലോം പോയി വരുന്നൊരു വിശ്വാസിയുണ്ട്. ആമേൻ, സ്തോത്രം. അവിടുന്ന് കൂടിനകത്ത് നിറച്ച് വെള്ളവും മേടിച്ചുകൊണ്ട് വരുന്ന കാര്യം എനിക്കറിയാം. ഞാൻ അവരെ തിരുത്തിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും അത് വിട്ടു മാറത്തില്ലായിരുന്നു. സ്തോത്രം. ഇപ്പം വ്യത്യാസമുണ്ട് കേട്ടോ, ഇപ്പം മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ, പ്രവാചകൻ ആരാണെന്ന് തിരിച്ചറിയണം. ഇവിടെ സഭയ്ക്ക് പറ്റിയ മറ്റൊരു കാര്യം കർത്താവ് കണ്ടിട്ട് പറയുകയാ, ഇസബേൽ എന്ന കള്ളപ്രവാചികയെ നീ സഭയ്ക്കകത്ത് കയറാൻ അനുവദിച്ചു. അതൊരു വലിയ കുറവാ, അതൊരു വലിയ തെറ്റാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം. ദൈവവചനത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ആരാണെന്ന് തിരിച്ചറിയണം. എല്ലാവരും ദൈവദൂത് പറയുന്നവരാണോ അല്ലയോ എന്ന പ്രാർത്ഥനയിലൂടെങ്കിലും തിരിച്ചറിയണം. എന്താണ് ഇസബേലിൻ്റെ ജീവിതത്തിൽ വന്ന കുറവ്? ആമേൻ, സ്തോത്രം. ഇസബേൽ ആരായിരുന്നു? ദൈവമക്കളോട് ചോദിക്കട്ടെ, സാറ് പറയണ്ട. ഇസബേൽ ആരായിരുന്നു? ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. രാജ്ഞി ആരുടെ രാജ്ഞി? ആഹാബ് രാജാവിൻ്റെ പത്നിയായിരുന്നു ഇസബേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഇസബേല് ഒരു ജാതീക പുരോഹിതന്റെ മകളാ. പ്രൈസ് ദി ലോർഡ്. ആഹാബ് ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. അപ്പൊ നോക്കിക്കേ, ഒരു ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചത് കൊണ്ട് ആഹാബിന് ഗുണമൊന്നും ഉണ്ടായില്ല, മുഴുവനും ദോഷവും ഉണ്ടായത്. സ്തോത്രം. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, അവിശ്വാസികളോട് നമ്മൾ എന്ത് ചെയ്യരുത്? ഇണയിലപ്പണ കൂടരുത്. നമ്മുടെ ഉള്ള വിശ്വാസം കൂടെ തകരും. നമുക്ക് ആ വ്യക്തിയെ വിശ്വാസത്തിൽ നിർത്താൻ പറ്റത്തില്ല. പറ്റുന്നവരുണ്ട് കേട്ടോ, ചിലരൊക്കെ കൊണ്ടുവരും. പക്ഷെ ഒരു 90% അവരുടെ കൂടെ പോയിട്ടുള്ളവരാ. എന്താണ് ഇസബേലിന്റെ സ്വഭാവം? പ്രൈസ് ദി ലോർഡ്. 1 രാജാക്കന്മാരുടെ പുസ്തകം എടുത്താട്ടെ, 16-ാം അധ്യായം അതിൻ്റെ 31 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിച്ച് ഇസബേൽ ചെയ്ത ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം മുതൽ വേഗത്തിൽ വായിച്ചാട്ടെ. നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങൾ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീതോന്യ രാജാവായ എത്ബാലിന്റെ മകളായ ഈസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. കണ്ടോ, ഇവിടെ കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ, സ്തോത്രം. ആഹാബ് അവളെ ഭാര്യയായി സ്വീകരിച്ചു. അതോടുകൂടി നമ്മുടെ ഭാഷ പറഞ്ഞ കട്ടപ്പുകയായി അല്ലേ. അവിടെ മുതൽ ദൈവിക പദ്ധതികളെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അകത്തോട്ട് കയറിക്കോ, ദൈവിക അനുഗ്രഹത്തെ ഇല്ലായ്മ ചെയ്തിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ആ ആരാധനയെ മുഴുവനും അലങ്കോലപ്പെടുത്തി പകരം എന്ത് ചെയ്തു? അവിടെ വായിക്കുന്ന വചനം ഇങ്ങനെയാണ്, ഹല്ലേലൂയ, സ്തോത്രം. എന്ത് ചെയ്തു? ഈസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. അടുത്ത വാക്യം. താൻ ശമരിയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിനൊരു ബലിപീഠം വന്നപ്പോഴേ ചെയ്തത്, ബാലിനൊരു ബലിപീഠം പണിതു. ആഹാബ് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാ. സ്തോത്രം. തനിക്കൊരു ബന്ധം കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഒരു കുടുംബത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നേരെ അബൌട്ട് എന്ത് ചെയ്തു? ബാലിന് വേണ്ടി ഒരു ബലിപീഠം പണിതു. പണിയ മാത്രമല്ല, ബാലാണ് ഏറ്റവും വലിയ ദൈവമെന്ന് പ്രചരിപ്പിക്കാനും തുടങ്ങി. സ്തോത്രം. അപ്പം നോക്കിക്കേ, നമ്മുടെ ബന്ധങ്ങളൊക്കെ നല്ലതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചേട്ടനോ നമ്മുടെ ഭാര്യയോ അല്പം വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് മാറിയാൽ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരിച്ച് ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളിരിക്കുന്ന ഈ അഭിഷേകത്തിന് കഴിയണം. പ്രൈസ് ദി ലോർഡ്. കഴിയണം. പിന്നെ ചിലതൊക്കെ അങ്ങ് തെറ്റിപ്പോകും. അത് ദൈവം പിടിച്ചെങ്കിലേ പറ്റുള്ളൂ. നമ്മുടെ സജു ബ്രദറിനെ പോലുള്ളവരൊക്കെ അല്ലേ. ആമേൻ, സ്തോത്രം. മടക്കി കൊണ്ടുവരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നോക്കിക്കേ, ഈ ഭാര്യയുടെ സ്വാധീനം അത്ര ഭയങ്കരമായിരുന്നു. ആഹാബ് ഇസ്രായേൽ അറിയപ്പെടുന്ന ഒരു രാജാവാണ്. പക്ഷെ ദൈവം കൊടുക്കുന്ന ഉപദേശമനുസരിച്ച് പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ഭാര്യ വശീകരിച്ച് അവൾ പഠിച്ചിട്ടുള്ള, അവൾ ആരാധിച്ചിട്ടുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഇവൾ വശീകരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് ബാലിൻ്റെ ദൈവമാണ് ഏറ്റവും വലിയ ദൈവമെന്ന് ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഇവൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച പ്രവാചകൻ ഇടപെടേണ്ടി വന്നത്.
ഏലിയ പ്രവാചകൻ പറഞ്ഞില്ലേ, നിങ്ങൾ ബാലാണ് ദൈവമെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചു, അല്ല യഹോവയാണ് ദൈവമെങ്കിൽ ആ ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. രണ്ടുപേരെയും നിർത്തി, രണ്ട് കൂട്ടക്കാരെ കൊണ്ടുവന്നിട്ട് ആമേൻ ഏലിയ ഒരു പരിശോധന നടത്തിയില്ലേ? സ്തോത്രം. ആമേൻ ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങി ആ ഏലിയാവിൻ്റെ യാഗത്തിൽ എന്ത് ചെയ്തു? ദൈവം പ്രസാദിച്ചു. മറ്റവരെയെല്ലാം ഏലിയാവ് എന്ത് ചെയ്തു? കിത്രം തോട്ടി കൊണ്ടുപോയി വെട്ടിക്കൊന്നു. ഇതെല്ലാം ഈ ഇസബേലിൻ്റെ ശക്തിയാണ് കാരണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളിലിരിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകം അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ളവരിലേക്ക് പോകേണ്ടവരായിട്ടല്ല, ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ഒരു വലിയ ദർശനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇസബേൽ ചെയ്തത്, ആമേൻ, അതിൻ്റെ 21-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ആമേൻ. 1 രാജാക്കന്മാർ പുസ്തകം 21-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ വേഗത്തിൽ വായിച്ചേ. സ്തോത്രം. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരേണം, അത് എന്റെ അരമനയ്ക്ക് സമീപമല്ലോ, അതിനു പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. നോക്കിക്കേ, ഇവിടെ ദൈവസഭയെ തകർത്ത് കളയുവാനാണ് ഇസബേൽ കൊടുക്കുന്ന നേതൃത്വം. എവിടെ ആരാധന സ്ഥലമുണ്ടോ, എവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ, എവിടെ തോട്ടങ്ങളുണ്ടോ അതിനെ വെറും ഭൂമിയാക്കുക, ഇല്ലെങ്കിൽ കാട്ടുവൃക്ഷങ്ങൾ അതിനകത്ത് കൊണ്ട് നട്ട് അതിൻ്റെ മേന്മ നഷ്ടപ്പെടുത്തുക. അത് ഇസബേൽ ശക്തിയുടെ പ്രധാന ഉദ്ദേശമാണ്. ഇവിടെ വായിക്കുകയാണ്, ആമേൻ, സഹോദരൻ, നാബോത്ത് ആരാണ്? യഹൂദ പുരുഷനാ, ദൈവത്തെ ഭയപ്പെടുന്നവനാ. അവൻ്റെ കൃഷിസ്ഥലം ഏതാണ്? മുന്തിരിവള്ളി. മുന്തിരിവള്ളി എന്തിനെ കുറിക്കുന്നു? ദൈവസഭയെ കുറിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മുന്തിരിവള്ളി നട്ടിട്ടുള്ള ആ സ്ഥലത്തെ ഇപ്പോൾ ആഹാ പറയുക, എനിക്ക് എന്ത് തരണം? ചീരത്തോട്ടമാക്കാൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, മുന്തിരിയുടെ വില എന്താണ്, ചീരയുടെ വില എന്താണ്? ഒരു വിലയില്ലാത്ത നിസ്സാരമായ ഒരു സസ്യത്തെ നടാൻ വിലപിടിപ്പുള്ള നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരണം. നമ്മളാണെങ്കിൽ 10 പൈസ കൂടുതൽ കിട്ടിയാൽ, അത് പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കൂടുതൽ കിട്ടിയാൽ അത് കൊടുത്തേക്കാ, ലാഭമാണെന്ന് ചിന്തിക്കും. പക്ഷെ നാബോത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ആഹാവേ നീ ചോദിച്ചാൽ ഞാൻ തരത്തില്ല. എൻ്റെ പിതാക്കന്മാർ തന്നിട്ടുള്ള അവകാശമാണ്, ഇത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. തല പോയാൽ ഞാൻ കൊടുക്കത്തില്ല. സ്തോത്രം. ഇത് കേട്ടിട്ട് ആഹാബ് നേരെ അരമനയിലേക്ക് വന്നിട്ട് തലയ്ക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ഭാര്യ ഇസബേൽ ഇത് കണ്ടിട്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് പറ്റി? എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? അന്നേരം ആഹാബ് പറഞ്ഞു, എടി, നമ്മുടെ അരമനയുടെ അടുത്ത് അങ്ങനെ വിശാലമായി കിടക്കുന്നൊരു തോട്ടമുണ്ടല്ലോ, മുന്തിരിത്തോട്ടം. അത് നിസ്സാരനായ നാബോത്തിൻ്റെ കയ്യിലിരിക്കുക. ഞാൻ ഇന്നലെ അവനോട് ചോദിച്ചു, ഇതെനിക്ക് വിലയ്ക്ക് തന്നേരെ, ഞാൻ നിനക്ക് ചോദിക്കുന്ന വില തരാം, ഞാൻ നിനക്ക് പകരം വേറെ ഒരു തോട്ടം തരാം. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ നാബോത്തിനോട് ചോദിച്ചു, എന്തിനാ ഈ തോട്ടം? ഞാൻ പറഞ്ഞു, എനിക്ക് ചീര നടാനാ. ചീര നടാനോ? അതെ, ചീര നടാൻ. എൻ്റെ വിലയുള്ള ഈ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തന്നിട്ട് അതിനകത്ത് ചീര നടാനോ? ഒരിക്കലും സാധിക്കത്തില്ല. എൻ്റെ പിതാക്കന്മാർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശമാണിത്, ഇത് ഞാൻ കൊടുക്കത്തില്ല, ഞാൻ കൊടുക്കത്തില്ല. അവനത് തരിയലെന്ന് പറഞ്ഞിരിക്കുക. ഉടനെ ഇസബേൽ അടുത്ത ബുദ്ധി പ്രയോഗിച്ചു. നിങ്ങൾ അതിനാണോ വിഷമിക്കുന്നതാ? നിങ്ങൾ ഇതുപോലെ കഴിവില്ലാത്തൊരു രാജാവായി പോയല്ലോ, ഞാൻ വാങ്ങിച്ചു തരാം. ആരെ? ഞാൻ വാങ്ങിച്ചു തരാം. ഭാര്യ പറയാ, ഞാൻ വാങ്ങിച്ചു തരാം. സ്തോത്രം. എന്നിട്ട് അവളൊരു കാര്യം ചെയ്തു. ഭാര്യയ്ക്ക് നല്ല സ്വാധീനമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. അവിടെയുള്ള പ്രഭുക്കന്മാരെയൊക്കെ കൂട്ടി വരുത്തിയിട്ട് ഒരു കള്ള പ്രാർത്ഥന നടത്തി. സ്തോത്രം. ആരെയാ? പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ തകർക്കാൻ ഒരു പ്രാർത്ഥന. ആമേൻ. അവിടുത്തെ പ്രഭുക്കന്മാരെയൊക്കെ കൂട്ടി ഒരു കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, ഇവിടെ ഒരുത്തൻ വന്ന് കിടപ്പുണ്ട്, അവൻ വലിയ മുന്തിരിത്തോട്ടമൊക്കെ വെച്ചിട്ട് അങ്ങനെ ആഹ്ലാദിച്ചിരിക്കുക, നമ്മുടെ ഇടയിൽ അവനെ കയറ്റരുത്, അവനെ പുറത്ത് കൊണ്ടു കളയണം, അവനെ ഇല്ലായ്മ ചെയ്യണം. നമുക്ക് പകരം ആ തോട്ടം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ചീരത്തോട്ടമാക്കണം. എവിടെയാണ്? രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്താണ്, അരമനയ്ക്ക് അടുത്താണ് ഈ തോട്ടം.
ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവസഭയെ നട്ടിരിക്കുന്നത് പിശാചിന്റെ സിംഹാസനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ സിംഹാസനത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭ എപ്പോഴും എതിർപ്പുകളും നിന്ദകളും കഷ്ടങ്ങളും വെല്ലുവിളികളൊക്കെ അതിജീവിക്കേണ്ടതാണ്. സ്തോത്രം. നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ചർച്ച് മക്കളിവിടെ വന്നപ്പോൾ ഇന്നലെ മക്കളിവിടെ കാണണമെന്ന് പറഞ്ഞു. അവരെ കൂടെ കൊണ്ട് ഞാൻ കാണിച്ചു. സ്തോത്രം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു അടുത്തടുത്ത് വീടുകളിരിക്കുക, പക്ഷെ എല്ലായിടത്തും പൈശാചിക പോരാട്ടമുള്ള കുടുംബങ്ങളാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. സ്തോത്രം. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇവരാ സ്ഥലമെല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഇതാണ് അങ്ങനെ കയറിപ്പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവ് നമുക്കത് തരുമ്പോൾ, നമ്മൾ ചെല്ലുമ്പോൾ പെട്ടകം ആമേൻ ആരാമ്യ പാളയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെലസ്ത്യരൊക്കെ എന്ത് ചെയ്യുന്നാ പറഞ്ഞേ? ഭയപ്പെട്ട് ഓടിപ്പോയെന്നാ. ആമേൻ. ദൈവസഭയാകുന്ന പെട്ടകം ആ ദേശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വ്യാപരിക്കപ്പെടുന്ന ശക്തികൾ ഹല്ലേലൂയ പമ്പ കടക്കണം. അതിനിപ്പോഴേ ദൈവസഭ പ്രാർത്ഥിപ്പാനിടയായി തീരണം. അവിടെ യാഗം ഉയരണം, അവിടെ ആരാധന ഉയരണം, അവിടെ ആർപ്പുകളുടെ ശബ്ദം ഉയരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശബ്ദം അവർ കേട്ട് കഴിഞ്ഞപ്പോൾ പറയാ, ഇസ്രയേലിന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ പെട്ടകം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ശബ്ദം അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഓടിപ്പോയേക്കാം എന്ന് പറഞ്ഞ് അവർ ഓടിപ്പോയെന്നാണ് ആമേൻ ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അന്ധകാരത്തിന്റെ പടകളൊക്കെ വിട്ടു പോകണം. അവിടെ കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കണം, വിടുതൽ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവസേന ശക്തമായി പ്രാർത്ഥിച്ചു കേട്ടോ. അതൊരു പ്രാർത്ഥന വിഷയമായിരിക്കണം. കർത്താവ് നമ്മളെ അങ്ങോട്ട് അയച്ചാൽ നമുക്ക് ആ ദേശം പ്രാർത്ഥനയിലൂടെ പിടിച്ചെടുക്കണം. ആമേൻ. പിശാചിന്റെ കയ്യിലിരിക്കുന്ന ആ ദേശം കർത്താവ് നമുക്ക് വേണ്ടി ആരാധനയ്ക്കായി തരണം. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഉണ്ടാകണം. നമ്മുടെ ആരുടെയും പേര് ഉയരത്തിൽ പൊങ്ങാനല്ല, അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമം ദേശത്ത് ഉയരപ്പെടണം. അനേക ജീവിതങ്ങൾ രക്ഷ പ്രാപിക്കണം, വിടുതൽ പ്രാപിക്കണം, നന്മ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ചില വ്യക്തികളെയൊക്കെ ഞങ്ങൾ കണ്ടു, പക്ഷെ തനി എന്താ പറയാൻ തെറ്റാ, പിശാചാണ് അവരെ വെച്ചിരിക്കുക. അവരുടെ ഉള്ളിലിരിക്കുന്ന ആ ശക്തി ഏതാ നമുക്ക് മനസ്സിലാക്കാൻ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ മക്കളൊക്കെ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം പ്രാപിക്കണം, കർത്താവിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പിശാച് പറയുന്നത് എന്താണ്? എൻ്റെ കൊട്ടാരത്തിനടുത്താണ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം, അത് നമുക്ക് വിലയ്ക്ക് വാങ്ങണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവൾ ഇസബേൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം. ആരോടെ പ്രാർത്ഥിച്ചേ? ബാലിന്റെ ശക്തിയോട് പ്രാർത്ഥിച്ചു, ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആമേൻ, നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് എന്ന് നാബോത്തിന്റെ തോട്ടത്തെ നമുക്കെടുക്കാം, നമുക്ക് എൻക്രോച്ച് ചെയ്യാം. സ്തോത്രം. എന്നിട്ട് പാവപ്പെട്ട നാബോത്തിനെ പിടിച്ച് അവനെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. നിരപരാധിയായിരിക്കുന്ന വാക്തത്വമുള്ളവനെ പൈശാച ശക്തിയായ ഇസബേലിയ സാത്താന്യ ശക്തി കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഹല്ലേലൂയ. നാബോത്ത് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നവിടെ. ഇതിനകത്തുനിന്ന് ഒരു ഗുണപാഠം നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ തല പോയാലും നമ്മുടെ അവകാശത്തെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. സ്തോത്രം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശത്തെ തകർത്ത് കളയരുത്. 10 രൂപ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനെ ആകർഷിക്കുന്നതോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ആരായിരിക്കണമെന്ന് ആദ്യമേ തിരിച്ചറിയണം. ഞാൻ ആരാ? ഞാൻ ദൈവവിധലാ. ആമേൻ. എൻ്റെ നന്മ, എനിക്ക് കിട്ടിയ ദർശനം അവരുടെ മുമ്പിൽ ഇടാനുള്ളതല്ല. ഇത് തിരിച്ചറിയണം. അത് ജോലി സ്ഥലത്തായാലും ഓഫീസിലായിരുന്നാലും നമ്മൾ യാത്ര ചെയ്യുന്ന മേഖലകളായിരുന്നാലും ഞാൻ ആരാ തിരിച്ചറിയണം. എൻ്റെ അവകാശം കൊടുക്കത്തില്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ദർശനം ഞാൻ ആർക്കും കൊടുക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബ് പറഞ്ഞില്ലേ, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നേരെ. ഏശാവിനോട് പറഞ്ഞു. അവൻ വിചാരിച്ചു ഈ ജ്യേഷ്ഠാവകാശത്തിന് ഇത്ര വിലയുണ്ടോ? ഇല്ല, നിസ്സാരമാ. അവനങ്ങ് എഴുതി കൊടുത്തു. ശേഷം മനുഷ്യനെ പോലെ ആയിപ്പോയി ഏശാവ്. തിരിച്ചറിയണം, നമ്മുടെ അവകാശം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് ഇസബേലിന് സംഭവിച്ചത്? ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വായിക്കുവാൻ കഴിയുന്നത്
ആമേൻ, സ്തോത്രം. ഇസബേലിന്റെ അന്ത്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇസബേൽ ചെയ്തൊരു കാര്യം, ഹല്ലേലൂയ, നാബോത്തിനെ കൊന്നുകളഞ്ഞു. അപ്പോൾ ഒരു പ്രവാചകൻ പറഞ്ഞു, ആമേൻ, നിന്റെയും തല ഇതുപോലെ ദൈവം കളയും. ഇസബേലെ, നീ ദൈവദാസന്മാരെ ഹല്ലേലൂയ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ അവരെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ മുന്തിരിത്തോട്ടം നീ അവകാശമാക്കിയിട്ടുണ്ടെങ്കിൽ, പരസ്യമായി നിന്നെ ഇതുപോലെ കൊന്നുകളയും ദൈവം. നിന്റെ രക്തം മുഴുവൻ പട്ടി നക്കി കുടിക്കുന്ന അനുഭവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിച്ചു. ഇസബേലിന് എന്താ എങ്ങനെ അന്ത്യമുണ്ടായത്? 2 രാജാക്കന്മാർ പുസ്തകം വേഗത്തിൽ നിന്നെടുത്ത് അല്ലെങ്കിൽ 16-ാം അധ്യായം അതിന് 30 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇസബേലിയ ശക്തിക്ക് ദൈവം കൊടുത്ത ആ ന്യായവിധി എന്താണെന്ന് വ്യക്തമായി അവിടെ ഓർപ്പിക്കുന്നുണ്ട്. വേഗത്തിൽ വായിക്കാം. സ്തോത്രം. ആമേൻ, ആമേൻ. 2 രാജാക്കന്മാർ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. 30 സ്തോത്രം. എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് തോന്നുന്നു. അവിടെ യേഹൂ പറയുന്നൊരു കാര്യമുണ്ട്. താഴെയിട്ട ഭാഗം മാത്രമേ ശേഷിച്ചുള്ളൂ. ആ വാക്ക് ഇവർക്കൊണ്ടൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത റെഫറൻസ് തെറ്റിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. രാജാക്കന്മാർ പുസ്തകം എടുത്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. അതെത്ര പറഞ്ഞാട്ടെ? 21-ന്റെ ഓക്കെ, തിരുത്തിക്കോളാം. 21-ന്റെ വായിച്ചാട്ടെ. ആമേൻ. ആമേൻ. അതിൻ്റെ സ്തോത്രം 21-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യയുടെ വായിച്ചേ. 25-ാമത്തെ വാക്യയുടെ അവന്റെ ഭാര്യ ഇസബേൽ കണ്ടോ, ഭാര്യ ഉത്സാഹിപ്പിച്ചെന്ന്. ആരെ? ഭർത്താവിനെ ദോഷം ചെയ്യുവാൻ ഉത്സാഹിപ്പിച്ചു. അതുമാത്രമല്ല, അടുത്ത ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. എൻ്റെ റെഫറൻസ് ഞാൻ ഓർക്കുന്നില്ല. സ്തോത്ര. രാജാക്കന്മാർ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവളിങ്ങനെ രാജകൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് 2 നിലയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് തലയെല്ലാം ചീകി മിനുക്കി, ആമേൻ, സുന്ദരിക്കുട്ടിയായിട്ട് കണ്ണുവൊക്കെ എഴുതി അങ്ങനെ കയറി ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, പ്രവാചകനായിരിക്കുന്ന യേഹൂ ആ വഴി നടന്നു പോകുകയാണ്. ആമേൻ. നടന്നു പോകുമ്പോൾ ഈ ഇസബേൽ കൊട്ടാരത്തിൻ്റെ മുകളിൽ കിളിവാതിലൂടെ താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യേഹൂ ചെന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും ഈ കൊട്ടാരത്തിലുണ്ടോ? ആമേൻ. രാജാവിൻ്റെ പ്രതിനിധികളായിരിക്കുന്ന ദാസന്മാർ പറഞ്ഞു, ഞങ്ങളിവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ ഇസബേലിനെ പിടിച്ച് താഴോട്ടിടുക. സ്തോത്രം. ആരാ പറയുന്നത്? പ്രവാചകനായ യേഹൂ. സ്തോത്രം. അവർ പൊക്കിയെടുത്ത്, കാലെ പൊക്കിയെടുത്തിട്ട് തല കീഴായിട്ട് നേരെ കീഴോട്ട് വിട്ടു. 2 നിലയുടെ മുകളിൽ. നിങ്ങൾക്കറിയാം, 2 നിലയുടെ മുകളിൽ നിന്ന് ആൾക്കാർ വീണ് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ് നമുക്കറിയാം, അല്ലേ? സ്തോത്രം. അവിടെ നേരെ താഴേക്ക് വന്നു നിലം പതിച്ചു. ആമേൻ. തല പൊട്ടി, കുടൽ വെളിയിലേക്ക് തെറിച്ചു. വാരിയെടുക്കുവാൻ കിട്ടാത്ത അനുഭവത്തിലേക്ക് അസ്ഥികളൊക്കെ ചിന്നിച്ചിതറി. ആമേൻ. പട്ടികളും ആകാശത്തിലെ പക്ഷികളെല്ലാം വന്ന് അവയുടെ രക്തം നക്കിക്കുടിച്ചു, മാംസങ്ങൾ തിന്നു. ചില എല്ലും കഷ്ണം മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയത്. ദൈവദാസന്മാർക്ക്, ദൈവസഭയ്ക്ക് എതിരായി ചെയ്താൽ ഓർത്തു ദേശം അറിയപ്പെടുന്ന രീതിയിൽ ദൈവം എഴുന്നേൽക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ഈ തുയതൈര സഭ എന്താ ചെയ്തത്? പ്രവാചികയായ, കള്ളപ്രവാചികയായ ഇസബേലിനെ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന്, ഹല്ലേലൂയ, ദൈവദാസന്മാരെ തകർക്കുവാൻ, ദൈവസഭയെ തകർക്കുവാൻ അനുവാദം കൊടുത്തു. അതാ കർത്താവ് നോക്കിയിട്ട് പറഞ്ഞത്, സഭയെ, നിന്നെപ്പറ്റി ഒരു കുറവ് പറയുവാനുണ്ട്.
ഇസബേൽ എന്ന് പറയുന്ന പ്രവാചിയെ സഭയ്ക്കകത്ത് വരുവാനുള്ള അനുവാദം നീ അനുവദിച്ചു കൊടുത്തു. ആമേൻ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലൂടെ നാം മുൻപോട്ട് പോകണം. തിരിച്ചറിയണം, നമ്മുടെ കുടുംബത്തിനകത്തോ നമ്മയോ നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുന്ന ഏതെങ്കിലും പൈശാചിക ഇസബേലിന്റെ ശക്തി ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയണം. കുഞ്ഞെ, അത് നിന്നെ തകർക്കാനാ, നിന്റെ ജോലിയെ ഇല്ലായ്മ ചെയ്യാനാ. ആമേൻ, സ്തോത്രം. നിന്റെ വിശുദ്ധിയെ തകർക്കാനാ. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ബുദ്ധിമണ്ഡലത്തെ കെട്ടാനാ, നിന്റെ നന്മയെ ഇല്ലാതാക്കാനാണ് ഈ ശക്തി നിന്നിലേക്ക് അടുത്തു വരുന്നത്. ഈ ദിവസങ്ങളിൽ നീ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ, സ്തോത്രം. നീ അനുവദിച്ചു കൊടുക്കരുത്. വിശുദ്ധിക്ക് വേർപാടിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായി നീ മാറ്റപ്പെടുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഭയെ തകർക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. എവിടെയായിരുന്നാൽ ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ദൈവസഭയ്ക്ക് കഴിയട്ടെ. ദൈവം കൊടുത്ത, ആമേൻ, കർത്താവ് കൊടുത്ത കുറവായിരുന്നു ദൈവസഭയ്ക്ക്. മുമ്പോട്ട് പോകാൻ ഞാൻ വാക്കുകൾ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുക. ആമേൻ, സ്തോത്രം. ആ സഭയ്ക്കൊരു മുന്നറിയിപ്പ് ദൈവം കൊടുത്തു. എന്താണ് മുന്നറിയിപ്പ്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ആമേൻ. ഇവിടെ കൊടുക്കുന്ന മുന്നറിയിപ്പ് ഇതാണ്. ഞാൻ മാനസാന്തരപ്പെടുവാൻ അവൾക്ക് അവസരം കൊടുത്തു. ആർക്കാ? ഇസബേലിന്. ദൈവം ആരാണെന്ന് അവളെ പഠിപ്പിച്ചു. മാനസാന്തരപ്പെട്ട് പറയാൻ അവസരം കൊടുത്തിട്ട് അവൾ എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. ഹല്ലേലൂയ. അവളുമായി വ്യഭിചരിക്കപ്പെടുന്നവരെ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉദ്ദേശിക്കുന്നത് അവൾ കൊണ്ടുവന്ന ബാൽ ദൈവങ്ങളെ ആരാധിക്കുന്നു പറഞ്ഞാണ് അർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആൾക്കാരെയും ഞാൻ എന്ത് ചെയ്യും? കൊന്നുകളയും. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടാൻ ഞാൻ അവസരം കൊടുത്തു, അവൾ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ അവരോട് പകരം ചെയ്യും. ഏത് സഭയോട്? തുയതൈര സഭയോട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവിടെ മുതലേ ആ സഭയുടെയും വിശുദ്ധി നഷ്ടപ്പെടുക. എങ്കിലും അതിനകത്ത് ഒരു ശേഷിപ്പുണ്ട്. അതിനകത്ത് ഇവിടെ വാക്ക് കേൾക്കാതെ ആത്മാവിശ്വത്തിൽ ആരാധിക്കുന്ന ഒരു കൂട്ടര് തൂയധൈര സഭയ്ക്കകത്തും ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവർക്കൊരു പ്രബോധനം കൊടുത്തു. എന്താണ് ആ പ്രബോധനം? 2-ാമത്തെ 25-ാമത്തെ വാക്യം വായിച്ചേ. ഹല്ലേലൂയ. തൂയധൈര സഭയ്ക്ക് കൊടുത്ത പ്രബോധനം എന്തായിരുന്നു? എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചുകൊള്ളണം. അത് ആരോടാ പറഞ്ഞത്? സഭയോടാ പറഞ്ഞത്. എന്താ? ശേഷിപ്പുള്ള വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹത്തോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ പിടിച്ചോ, ഞാൻ വേഗത്തിൽ വരാൻ പോകുകയാണ്. സ്തോത്രം. നമ്മോടും പറയുന്ന അതാണ്. വിശുദ്ധിയെ നഷ്ടപ്പെടുത്താതെ കർത്താവിൻ്റെ ആ വിശ്വസ്തത നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ കർത്താവ് പറയുക, കുഞ്ഞെ, നിനക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചു, നിനക്ക് ഞാൻ പ്രതിഫലം തരാൻ പോകുകയാണ്, ഞാൻ നിന്നെ മാനിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു വലിയ ആമേൻ പ്രബോധനം കൊടുത്ത് സഭയെ ദൈവം ബലപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അവസാനം കൊടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഒരു വലിയ വാഗ്ദത്തം ദൈവം സഭയ്ക്ക് കൊടുത്തു. എന്തായിരുന്നു ആ വാഗ്ദത്തം? ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രം കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പറഞ്ഞ് അവസാനിപ്പിക്കുക പരിശുദ്ധാത്മാവ്. അല്ലെങ്കിൽ എന്താണ് കൊടുത്ത വാഗ്ദത്തം? ഒന്ന്, നിനക്ക് ഞാൻ ഒരു അധികാരം തരും. അധികാരം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. നമ്മളാണ് ഇസ്രായേൽ ഗോത്രത്തെയൊക്കെ ന്യായം വിധിക്കുന്നത്. ആ ചെങ്കോൽ ദൈവം നമ്മുടെ കരത്തിലാണ് തരുന്നത്. ഹല്ലേലൂയ. ആ അധികാരം നമുക്ക് തരും. രണ്ടാമത്തെ കാര്യം, ജാതികളെ നിങ്ങൾ മേയ്ക്കും. ജാതികളെ നിങ്ങൾ മേയ്ക്കും. ഒരു അവകാശമില്ലാതെ കിടന്ന നമ്മെ ദൈവം തേടിയെടുത്തു. ഹല്ലേലൂയ. താങ്ങിയെടുത്തു. അവൻ്റെ സന്നിധിയിൽ നിർത്തി. എന്നിട്ട് പറയുക, ജാതികളെ ഭരിക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരികയാണ്.
പ്രൈസ് ലോർഡ്. മൂന്നാമത്തെ കാര്യം, ഉദയ നക്ഷത്രം തരും. ഏതാ ഉദയ നക്ഷത്രം? കർത്താവായ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിനെ കൂടി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഈ ഒരു വലിയ വാഗ്ദത്തമാണ് ദൈവസഭയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നാലാമത്തെ സഭയെ നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നല്ലോ. അല്ലെലി 607 മുതൽ അല്ലെലിയ 1517 വരെയുള്ള കാലഘട്ടങ്ങളിൽ വളരെ പീഡനത്തിലൂടെ സഭ കടന്നുപോയെങ്കിലും അനാചാരങ്ങളിലേക്ക് മറിഞ്ഞുപോയി. ഹല്ലേലൂയ, സ്തോത്രം. അനേക ദുരുപദേശം പഠിപ്പിക്കുന്ന പ്രവാചകന്മാരെ സഭയിലേക്ക് കൊണ്ടുവന്നു. അവരുടെ വിശുദ്ധി വേർപാട് നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. എന്നാലും ഒരു ശേഷിപ്പ് അതിനകത്തുണ്ടായിരുന്നു. ആ സഭയോട് പറയുകയാണ്, ഞാൻ വേഗത്തിൽ വരും. നിനക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ നീ അതിനെ മുറുകെ പിടിച്ചുകൊള്ളണം. ഞാൻ നിനക്കൊരു അധികാരം തരുന്നു. ജാതികളെ നീ മേയിക്കും. ഉദയ നക്ഷത്രം നിന്റെ ഹൃദയത്തിനകത്ത് ഉദിക്കും. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാ. ഇത് നീ കാത്തുകൊണ്ടാൽ നീ എന്നോടുകൂടെ സ്വർഗരാജ്യത്തിലിരുന്ന് മറ്റുള്ളവരെ ഭരിക്കപ്പെടുവാനിടയായി തീരും. ഈ ഒരു വലിയ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നാലാമത്തെ സഭ ഇവിടെ പര്യവസാനിക്കുകയാണ്. കർത്താവ് വരുവാൻ താമസിച്ചാൽ അടുത്ത 5ാമത്തെ സഭയാകുന്ന സർദീസിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനിടയായി തീരും. അവിടെ മുതൽ ഈ സ്തോത്രം അനാചാരങ്ങളിലേക്ക് പോയ സഭയെ വീണ്ടും പുനരുദ്ധരിക്കുന്നതായിട്ടാണ് സർദീസ് സഭയെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവിടെ ചില പ്രവാചകന്മാർ, ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന ചില ദൈവദാസന്മാരെ കർത്താവ് സർദീസ് സഭയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക. അവിടെ മുതലാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ഉരുത്തിരിയുന്നത്. സ്തോത്രം. അവിടെ മുതൽ മറ്റൊരു സഭയിലേക്ക് മാറ്റപ്പെടുകയാണ്. അത് കർത്താവ് വരുവാൻ താമസിച്ച് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. പ്രൈസ് ലോർഡ്. ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക, എഫെസോ സഭയും സ്മുർന സഭയും കർത്താവിന് വേണ്ടി വളരെ ശക്തിയോടെ നിലനിൽക്കുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ അവർക്ക് ലഭിക്കപ്പെട്ട വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. എന്നാൽ 3ാമത്തെ സഭയാകുന്ന പെർഗമോ സഭയുടെ കാലഘട്ടം വന്നപ്പോൾ ജാതീയ രാജാക്കന്മാർ പ്രവേശിച്ചോടുകൂടി അല്ലെങ്കിൽ ക്രിസ്തുമാർഗത്തെ ക്രിസ്തീയ മതമാക്കി തീർത്ത് അവർ പഠിച്ചതായ അനാചാരങ്ങളെല്ലാം സഭയ്ക്കകത്ത് കൊണ്ടുവന്നതുകൊണ്ട് അവിടെ മുതൽ സഭയ്ക്ക് വ്യത്യാസം സംഭവിച്ചു. സ്തോത്രം. അല്ലെങ്കിൽ പലതിനെയും വെച്ച് പൂജിക്കുവാനും വിഗ്രഹത്തെ ആരാധിക്കുവാനുള്ള അല്ലെങ്കിൽ അവകാശങ്ങളും അനുവാദങ്ങളും എല്ലാം കൊടുത്ത് സഭ അലങ്കോലപ്പെട്ടുപോയി. പിന്നീട് ഒരു പരുവത്തിലാണ് സഭ മുൻപോട്ട് പോകുന്നത്. അതിൻ്റെ ബാക്കി ഭാഗം എന്ന വണ്ണം തൂയധൈര്യ സഭയും അത് ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമ്മളോട് കർത്താവ് ചോദിക്കുന്നു, സഭയെ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു? പുതിയ സഭയെ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു? അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ സഭയൊക്കെ ഇങ്ങനെ അധപ്പതിച്ചു പോയെങ്കിൽ ഇപ്പോൾ എൻ്റെ രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയ നിങ്ങൾ എങ്ങനെയാണ് എന്നെ ആരാധിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് വേർപാട് സൂക്ഷിക്കുന്നത്? ഇന്ന് പൽക്കാലം ഒരു നല്ല മറുപടി നമ്മളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുകയാണ്. നാം എങ്ങനെയായിരിക്കുന്നു? ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്താം. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, ഞാൻ അറിഞ്ഞ സത്യം, ഈ സത്യവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ഇടയായി തീരരുത്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വ്യക്തിയാക്കി എന്നെ തീർക്കണമേ എന്ന് നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. എല്ലാവരും ചേർത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് സഭകൾ വെറും വിടുതലുകൾ മാത്രമായി പരിണമിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു സൗഖ്യം കൊടുക്കുന്ന സഭയായി മാത്രം മാറ്റപ്പെടുകയാണ്. ഇന്ന് ജനമെല്ലാം അങ്ങോട്ടാണ് ഓടിക്കൂടുന്നത്. എനിക്ക് വിടുതൽ വേണം, എനിക്ക് വിടുതൽ വേണം, എനിക്ക് വിടുതൽ വേണം. പക്ഷേ മനസ്സിൻ്റെ അന്തരത്തിലുള്ള അല്ലെങ്കിൽ ഹൃദയത്തിനകത്തുള്ള വിടുതലിനെ ആരും ഗമനിക്കുന്നില്ല. എല്ലാവർക്കും ബാഹ്യമാകുന്ന ശാരീരികമാകുന്ന വിടുതൽ മാത്രം മതി. ആത്മാവിനൊരു വിടുതൽ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ആമേൻ. ആന്തരിക സൗഖ്യമാണ് ഏറ്റവും വലിയ സൗഖ്യം. ആന്തരിക സൗഖ്യമുണ്ടായാൽ ബാഹ്യമാകുന്ന എല്ലാ സൗഖ്യം അതിനകത്തുണ്ട്. ഇന്ന് വൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി കർത്താവേ, എന്നെ ഒരുക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിലനിൽക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം.